third part of ancient history continues, and today's program is sponsored by Malana TV India and Montessori EM School, Guntur. We welcome you to be a part of this impeccable learning experience with Montessori Public School, Guntur. In Mohenjo-daro. Mohenjo-daro is the most prominent center of Indus Valley civilization. Prominent എന്ന് പറയാൻ കാരണം ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലുള്ള ഒരു സ്ഥലമായിരുന്നു മോഹൻജൊദാരോ. അത് ഇവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്ട്സ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സ് കൺസ്യൂം ചെയ്തതും പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു മോഹൻജൊദാരോ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സീൽസ് കണ്ടുവരുന്ന ഒരു സ്ഥലമാണ് മോഹൻജൊദാരോ. ഇതുള്ളത് പാകിസ്ഥാനിലാണ്, സിന്ധ് പാകിസ്ഥാനിലാണ് ഉള്ളത്, സ്ഥിതി ചെയ്യപ്പെടുന്നത്. ഇവർക്ക് ഒരു വ്യത്യസ്തത എന്നുള്ളത് ഗ്രേറ്റ് ബാത്ത്, അതായത് നിങ്ങൾ മോഹൻജൊദാരോ എന്നുള്ള സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ ഒരു എൻക്ലോഷർ. സ്വിമ്മിംഗ് പൂൾ പോലത്തെ എൻക്ലോഷർ എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിച്ചത് സിമെൻറ്റും കട്ടകളല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഡ് ബ്രിക്സ്. മഡ് ബ്രിക്സ് എന്ന് വെച്ചാൽ ഈ മണ്ണിൽ കട്ട് ചെയ്തെടുത്ത ബ്രിക്സ് ബേൺ ചെയ്തെടുത്താണ് ഈ മഡ് ബ്രിക്സ് ഉണ്ടാക്കുന്നത്. ഈ മഡ് ബ്രിക്സിൽ സ്വിമ്മിംഗ് പൂൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് എന്തെങ്കിലും ഒരു റിലീജിയസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ ഗ്രേറ്റ് ബാത്തിൽ എന്ന് പറയുന്നത്. ഈ ഗ്രേറ്റ് ബാത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് സിസ്റ്റം ആയിരുന്നു. ഹൈഡ്രോളിക് സിസ്റ്റം എന്ന് വെച്ചാൽ പ്രഷർ കൊണ്ട്, വെള്ളത്തിന് പ്രഷർ കൊടുത്തിട്ട് അതിൽ പമ്പ് ചെയ്യും ഈ കുഴലുകളിലൂടെ. അപ്പോൾ ഒരു വലിയൊരു ടെക്നോളജി ആയിരുന്നു അന്നത്തെ കാലത്തിൽ. ഈ ഫിസിക്സിൻ്റെ ഒരു വലിയൊരു ടെക്നോളജിയാണ് അന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇവർക്കുണ്ടായിരുന്ന ഗ്രൈനറീസ്, ട്രേഡും കൊമേഴ്സും ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ ട്രേഡ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ട്രേഡ് ഉള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ സീൽസും ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സും ഉൽപ്പാദിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സ് വാങ്ങിക്കുന്നതും. അപ്പോൾ ഒരു വലിയ ഒരു സിറ്റി, ഒരു വലിയൊരു ഓർബൻ സെൻറ്റർ ആയിരുന്നു മോഹൻജൊദാരോ. ഇവരുടെ സിറ്റേഡലിനും ഒരു വാൾ ബ്രിക്ക് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലത്തെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയായിരിക്കും ഇവർ സ്ഥാപിച്ചത്. ഈ ഗ്രേറ്റ് ബാത്തിൻ്റെ വെസ്റ്റ് സൈഡിൽ, അതായത് പടിഞ്ഞാറ് വശത്ത് ഒരു ഗ്രൈനറി ഉണ്ട്. ഗ്രൈനറി എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ധാന്യങ്ങൾ അല്ലെങ്കിൽ ഈ ക്രോപ്സുകളൊക്കെ ശേഖരിച്ച് വെക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ടാക്സ് സിസ്റ്റം ഉണ്ടായിരുന്നു. കാരണം ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രീതിയിലത്തെ ഒരു റിച്വൽ അല്ലെങ്കിൽ ഒരു കസ്റ്റമായിട്ടുള്ളൊരു കാര്യമായിട്ടോ നമ്മൾ കാണുന്നത്. ഒരു സെൻട്രൽ അതോറിറ്റി, ഒരു പവർ സിസ്റ്റം ഉണ്ടായിരുന്നു അവിടെ. ഏതൊക്കെയാണെന്ന് കറക്റ്റ് ഒരു ധാരണ ഇല്ലെങ്കിലും എന്തൊക്കെയോ ഒരു പവർ സ്ട്രഗിൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ ആൾക്കാരായിരുന്നു ഈ ടാക്സ് ഒക്കെ കളക്ട് ചെയ്തിരുന്നത്. ടാക്സ് കളക്ട് ചെയ്യുന്നത് ഈ ധാന്യങ്ങളുടെ രൂപത്തിലായിരുന്നു. അതുപോലെ തന്നെ മറുവശത്ത്, ഈ ഗ്രേറ്റ് ബാത്തിൻ്റെ മറുവശത്ത് ഒരു നീണ്ട ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു റെസിഡൻസ് ഉണ്ട്. അത് ഏതോ ഒരു പ്രീസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു അതോറിറ്റി ഫിഗറിൻ്റെ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു മോഹൻജൊദാരോനെ പറ്റിയുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു ടെക്സ്റ്റ്. ഈ ധോലവൈറ സിറ്റി, ഈ ധോലവൈറ സിറ്റി ഉള്ളത് കച്ച്, ഈ റൺ ഓഫ് കച്ചിൽ കണ്ടോ, ഇവിടെയാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ മോഹൻജൊദാരോ ഇവിടെ, ഹറപ്പ ഇവിടെ. ഇനി ധോലവൈറ സിറ്റി ഈ റൺ ഓഫ് കച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. ധോലവൈറ സിറ്റിയിൽ മറ്റുള്ള സിറ്റീസും തമ്മിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവർ 3 തരത്തിലായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ബാക്കിയുള്ളവർ 2 തരത്തിലാണെങ്കിൽ ഇവർ 3 തരത്തിലായിരുന്നു. 3 തരത്തിലെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒരു സിറ്റേഡിലും ഉണ്ടായിരുന്നു ലോവർ സിറ്റി. ഈ ലോവർ ആയിട്ടുള്ള ഭാഗത്തായിരുന്നു റെസിഡൻഷ്യൽ ഏരിയയിൽ. സിറ്റേഡിൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കോട്ട. ഈ കോട്ടയിലായിരുന്നു ഈ ഏതെങ്കിലും വല്ല അതോറിറ്റി ഫിഗറോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിഗർ ഉണ്ടായിരുന്നത്. ഈ ലോവർ സിറ്റിയിലായിരുന്നു ആൾക്കാർ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയ താമസിക്കുന്ന ആൾക്കാർ. അതുപോലെ തന്നെ സിറ്റേഡിലായിരുന്നു ഈ കച്ചവടവും കാര്യങ്ങളൊക്കെ നടന്നു പോരുന്നത്, ഈ റിച്വൽസും കസ്റ്റംസും ട്രഡീഷൻസും കാര്യങ്ങളൊക്കെ. പക്ഷേ ധോലവൈറ സിറ്റിയിൽ വരുമ്പോൾ 3 ഘട്ടങ്ങൾ, 3 പാർട്സിലായിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ ഭാഗവും വലിയ വാള് വെച്ചായിരുന്നു അവരെ ചുറ്റും വെച്ചിരുന്നത്. അതുപോലെ തന്നെ ഏതൊരു അസംബ്ലി ഹാളും ഇവിടെ കാണപ്പെടുന്നുണ്ട്. ചിലപ്പോൾ അതൊരു പബ്ലിക് സെറമണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹെൽഡ് ചെയ്യാനായിരിക്കും. എന്തായാലും ഒരു വലിയ ഒരു ഓപ്പൺ ഒരു സ്ട്രക്ചർ, ഒരു ഏരിയ അവർ കാണപ്പെടുന്നുണ്ട്.
പിന്നെ ധോലവൈര സിറ്റിനെ പറ്റി, പിന്നെ ധോലവൈര സിറ്റിയുടെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഡാംസും വാട്ടർ റിസർവോയേഴ്സും ഉണ്ടായിരുന്നു. അതായത് ധാന്യങ്ങൾ മാത്രമല്ല വെള്ളത്തിനെയും സംരക്ഷിക്കാനുള്ള ഒരു ടെക്നോളജി അന്ന് അവർക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി ചെറിയ ഡാംസും വാട്ടർ റിസർവോയേഴ്സും അണ്ടർഗ്രൗണ്ട് ഡ്രെയിൻസ്. ഈ അണ്ടർഗ്രൗണ്ട് ഡ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു കുഴി ഒഴിച്ചിട്ട് വാട്ടർ റിസർവോയർ ഉണ്ട്, അതിൽ ചെറിയ സ്റ്റെപ്പിൽ ഇറങ്ങി പോയിട്ട് നമുക്ക് വെള്ളം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ 3 മെയിൻ urban സെൻറ്റേഴ്സ്. ഇനി അടുത്തത് കാലിബംഗൻ. കാലിബംഗൻ ഉള്ളത് രാജസ്ഥാനിലാണ്. ഗാഗർ റിവറിന് സമീപത്തായിട്ടാണ് കാലിബംഗൻ ഉള്ളത്. പ്രീ ഹരപ്പൻ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ വരുമ്പോൾ എപ്പോഴും വലിയ ഒരു ഫ്ലറിഷിംഗ് ആയിട്ടുള്ള സിറ്റി ആയിട്ടായിരിക്കില്ലല്ലോ വരുന്നത്. ചെറിയ ചെറിയ സെറ്റിൽമെന്റ്സും ചെറിയ വില്ലേജ് കമ്മ്യൂണിറ്റി പോലെ ഇരിക്കും. ആ ഒരു എവിഡൻസ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർ ഓൾട്ടേഴ്സ് ഇവിടെ ഉണ്ട്. ഫയർ ഓൾട്ടേഴ്സ് ഏതൊരു യജ്ഞയോ പൂജയുടെ ഒരു ലക്ഷണങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിലത്തെ റിലീജിയസ് പ്രാക്ടീസസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. കാലിബംഗന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ലോവർ സിറ്റിയും സിറ്റേഡലും രണ്ടും വാള് കൊണ്ട് ചുറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇവർക്കൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ വേണ്ടി വരും, കാരണം ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഹരപ്പൻ സെറ്റിൽമെന്റ് ഇവിടെയാണുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ സ്ഥലത്തൊക്കെ വരഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ കൾട്ടിവേഷന് വേണ്ടി വരയില്ലേ, അതായത് പാടം ഉഴുതുമറിക്കുന്നത് പോലെ വരഞ്ഞു വെക്കില്ലേ ഈ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ടൂത്ത്ഡ് ആയിട്ടുള്ളത്, അതായത് ഈ കോമ്പ് പോലത്തെ കുറേ ഹാരോസ് ആണ് അവിടെ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻസ്ക്രിപ്ഷൻസിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബോയ്സ്റ്റ് ഓഫ് ഈഡൻ ആണ്. ബോയ്സ്റ്റ് ഓഫ് ഈഡൻ എന്ന് വെച്ചാൽ ആദ്യം വലതിൽ നിന്ന് ഇടതിൽ നിന്ന്, പിന്നെ അടുത്ത സെക്കൻഡ് ലൈൻ എത്തുമ്പോൾ ഇടത്തിൽ നിന്ന് വലത്തിൽ നിന്ന്, പിന്നെ തേർഡ് ലൈൻ എത്തുമ്പോൾ വലതിൽ നിന്ന് ഇടത്തിൽ നിന്ന്. അങ്ങനത്തെ ഒരു സിസ്റ്റമായിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസ് ആണ് ഈ സ്ഥലത്ത് ഈ കാലിബംഗനിൽ നമ്മൾ കാണപ്പെടുന്നത്. ഇനി ലോഥൽ ഉള്ളത് ഗുജറാത്തിൽ. ഇവിടെ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫോറിൻ നേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസും അല്ലെങ്കിൽ വേറെ സിവിലൈസേഷൻസ് ആയിട്ട് നല്ല ട്രേഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ ഡോക്യാർഡ് ഉണ്ടായിരുന്നത്. ഈ ഡോക്യാർഡ് ഉണ്ടായപ്പോൾ തന്നെ സീപോർട്ട് ട്രേഡ് അല്ലെങ്കിൽ സീപോർട്ടിൽ കൂടെ ഒരു ട്രേഡ് പോയിരുന്നു എന്നുള്ളൊരു തെളിവാണ്. ഇവിടെയും ഫയർ ഓൾട്ടേഴ്സ് ഉണ്ടായിരുന്നു. കാലിബംഗനിൽ മാത്രമല്ല ലോത്തലിലും ഫയർ ഓൾട്ടേഴ്സും ഏതോ രീതിയിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു റിലീജിയസ് റിച്വലോ പ്രാക്ടീസസ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡബിൾ ബറിയൽ എന്ന് വെച്ചാൽ നേരത്തേക്ക് ഒരു കുഴിയിൽ ഒരാളുണ്ടാവും, പിന്നെ ഉള്ളത് ഇവരുടെ ബിലോങ്ങിങ്സ്, ഇവരുടെ പാത്രങ്ങൾ, ഇവർ ഉപയോഗിച്ച ബീഡ്സും മുത്തുകളും പോട്ട്സുകളാണെങ്കിൽ ചില സ്ഥലത്തൊക്കെ പട്ടികളും ആടുകളെയും കുഴിച്ചിട്ടുണ്ട്. ഇവിടെ ഡബിൾ ബറിയൽ വരുമ്പോൾ ഒരു കുഴിയിൽ തന്നെ 2 മനുഷ്യരെ കുഴിച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ റൈസ് ഹസ്ക്, അരിയുടെ തൊണ്ട് ഇവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ലോതലിൽ റൈസ് കൾട്ടിവേഷൻ തുടങ്ങി എന്നുള്ളൊരു തെളിവും കൂടിയാണത്. ഒരു 1800 BC ആയപ്പോൾ തുടങ്ങി ഇവർ റൈസ് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി സുക്തൻഡോർ, ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഇറാൻ ബോർഡറിൽ ഇവർ ഷെയർ ചെയ്യുന്നത്. ഇവർ മക്രൻ കോസ്റ്റിലാണ് ഇവരുടെ ഈ urban സെൻറ്റർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ സിറ്റേഡലിലും വാൾ ഉണ്ട്, കാരണം ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം സീപോർട്ട് ട്രേഡിംഗ് ഉള്ളത് കൊണ്ട് ഇവരുടെ സിറ്റേഡലിൽ പോലും ഒരു വാൾ സൃഷ്ടിക്കണം, അല്ലെങ്കിൽ അവർക്കൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ത്രെറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഈ 6 urban സെൻറ്റേഴ്സ്. ഇനി ഇവിടുത്തെ സാലിയൻ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ urbanization വളരെ പക്കയായിട്ടുള്ള ഒരു പ്ലാനിങ്ങും ഒരു വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇവർക്ക് ഉണ്ടായിരുന്നു. അതായത് ഓരോ വീടുകളും റൈറ്റ് ആംഗിളിലാണ് കട്ട് ചെയ്തിരുന്നു പോയത്. ഫുൾ കംപ്ലീറ്റ് ഗ്രിഡ് സിസ്റ്റത്തിൽ ഓരോ വീടും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഐഡിയ ഓഫ് കൺസെപ്ഷൻ ഇവർക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് വീടുകൾ, എങ്ങനെയൊക്കെയാണ് ടൗൺഷിപ്പ് ഉണ്ടാവേണ്ടത് എന്നുള്ളൊരു പ്ലാനിങ് ഇവർക്ക് പ്രോപ്പറായി ഉണ്ടായി. അതിനുശേഷമാണ് ഇവിടെ സെറ്റിൽമെന്റ്സും ആൾക്കാർ വന്നിരിക്കുന്നത്. ഇവിടെ സിറ്റീസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാൽ കോട്ട അല്ലെങ്കിൽ സിറ്റേഡൽ, രണ്ടെന്നുള്ളത് ഈ റെസിഡൻഷ്യൽ ഏരിയ. ഈ സിറ്റേഡൽ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ റിലീജിയസ്, അഡ്മിനിസ്ട്രേറ്റീവ്, പൊളിറ്റിക്കൽ, സിവിക് ആയിട്ടുള്ള ബോഡീസ് കടന്നു പോയിരിക്കുന്നത്. ഈ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ആൾക്കാർ താമസിക്കുന്ന സ്ഥലം. ഈ സിറ്റേഡൽ ഏരിയയിൽ അതുപോലെ തന്നെ ഈ ഹൈ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ പ്രീസ്റ്റി ക്ലാസ് ആണോ അല്ലെങ്കിൽ പവറുള്ള ആൾക്കാർ ഈ സിറ്റേഡൽ ഏരിയയിലാണ് താമസിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു നിഗമനവും നമ്മൾ വന്നിട്ടുണ്ട്. ഈ സിറ്റേഡൽ എപ്പോഴും ഹൈ റേസ്ഡ് ആയിരിക്കും, അതായത് ഒരു കോട്ടയ്ക്ക് എപ്പോഴും പൊക്കം ഉണ്ടാവുമല്ലോ. അപ്പോൾ താഴെയാണ് ലോവർ റെസിഡൻഷ്യൽ ഏരിയ. ഈ ലോവർ റെസിഡൻഷ്യൽ ഏരിയയിലാണ് പാവപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ താമസിച്ചിരുന്നത്. ഇത് ഒരു പാരലോഗ്രാം, ഒരു ഗ്രിഡ് സിസ്റ്റത്തിലായിരുന്നു ഇവരുടെ ഓരോ വില്ലേജസും മുറിച്ചിരുന്നേച്ചത്.
ഇവർ വീടുകൾ കൺസ്ട്രക്ട് ചെയ്തത് കച്ച ഓർ ബേക്ഡ് ഓർ അൺബേക്ഡ് ആയിട്ടുള്ള ബ്രിക്സ്, ഈ മഡ് ബ്രിക്സ് വെച്ചാണെങ്കിൽ ഇവരെ ബാത്റൂംസും ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയത് പക്ക ബ്രിക്സ് വെച്ചാണ്. പക്ക എന്ന് പറയുമ്പോൾ ജിപ്സം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ ടെക്നോളജിയുടെ വളർച്ചനെ കണ്ടു നോക്കണം. അതായത് ജിപ്സം അന്ന് അവിടെ ഒരു ട്രേഡ്, അതൊന്ന് ഒരു വലിയൊരു പ്രോഡക്റ്റ് ആയിരുന്നു. ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് വെച്ചാൽ ഈ ഡ്രെയിൻസും വാട്ടർ സിസ്റ്റം ആയിരുന്നു. ഈ ഡ്രെയിൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ വീടുകളൊക്കെ ഒരു ഗ്രിഡ് സിസ്റ്റത്തിലായിരുന്നു പോയിരുന്നത്. ഈ 2 വീടുകളുടെ നടുക്കാണ് റോഡുകൾ പോയിരിക്കുന്നത്. ഈ റോഡിന്റെ അടിയിലാണ് ഇവരുടെ ഡ്രെയിനേജ് സിസ്റ്റം. അതായത് ഇന്നുള്ളതിനെക്കാട്ടും നല്ല ഒരു അഡ്വാൻസ് ടെക്നോളജി ആയിരുന്നു അന്നുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അസംബ്ലി ഹാൾ ഇവർക്ക് ഉണ്ടായിരുന്നു, പറഞ്ഞിരുന്നല്ലോ നമ്മൾ. പിന്നെ ക്രാഫ്റ്റ്മാൻഷിപ്പ് ഇൻ യൂണിഫോമിറ്റി, ഇവരുണ്ടാക്കുന്ന ഓരോ സീൽസ് ആയാലും ഓരോ കാര്യങ്ങളായാലും ഓരോ പ്രോഡക്റ്റ് ആയാലും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലെ യൂണിഫോമിറ്റി ആയിരുന്നു ഓരോ പ്രോഡക്ട്സിനും തമ്മിലുണ്ടായിരുന്നത്. അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ആയാലും വളരെയധികം സാമ്യം ഇവർ തമ്മിലുണ്ടായിരുന്നു. അത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് ആയിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റോഡ്സിൻ്റെ അടിയിലായിരുന്നു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഡ്രെയിനേജ് സിസ്റ്റം അടിയിൽ ഒരു കാണ പോലെ പോയിട്ടുണ്ടെങ്കിലും ഓരോ ഇമ്മീഡിയറ്റ് ഇൻ്റർവെൽസിൻ്റെ അടിയിൽ ഓരോ കുടങ്ങൾ, ഓരോ പോട്ടുകളും വെച്ചിട്ടുണ്ടായിരുന്നു ഈ വെള്ളം സംരക്ഷിച്ച് വെക്കാനായിട്ട്. ഈ ഡ്രെയിനേജിൻ്റെ അടിയിൽ കൂടി ഓരോ വീടിലും ഈ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിലും ഈ വെള്ളം എവിടെന്നെങ്കിലും പോകണമല്ലോ, അത് ഓരോ വീടിനും ഈ ഡ്രെയിനേജ് സിസ്റ്റം, അതായത് ഈ നടുക്ക് പോയിരുന്ന ഈ റോഡിലത്തെ ഈ ഡ്രെയിനേജ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രെയിനേജ് അടി കൂടി പോകുമ്പോൾ ഈ നോർത്ത് സൗത്ത്, ഫോർ എക്സാമ്പിൾ ഇത് നോർത്ത് ഇത് സൗത്ത് ആണെന്ന് വെച്ചോ, ഒരു സ്ലോപ്പിലായിരുന്നു ഇവരുടെ വില്ലേജ് അല്ലെങ്കിൽ ഇവരുടെ ഈ വീടുകൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ ഡ്രെയിനേജ് സിസ്റ്റം ഈ റോഡിൻ്റെ അടി കൂടി പോകുമ്പോഴേക്കും അത് ഈ എർത്തിൻ്റെ ഗ്രാവിറ്റി കാരണം അത് നല്ല ഒരു സ്മൂത്ത് ആയിട്ടൊരു ഫങ്ഷണൽ ഡ്രെയിനേജ് സിസ്റ്റമായിട്ട് ഇവർക്ക് ഉണ്ടായി. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ അടിയത്തെ ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിന് ഓരോ ഇൻ്റർവെല്ലിലും ഓരോ പോട്ട്സും കുടങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു ഈ മുകളിൽ നിന്ന് ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ വെള്ളം സംരക്ഷിച്ച് വെക്കാനായിട്ട്. ഇനി ഇവർ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ പാവപ്പെട്ടവർക്കാണ് ചെറിയൊരു കോട്ടേജ്, അത് 2 റൂമുള്ള ഒരു വീട് എന്നുള്ള രീതിയിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് തന്നെ സെയിം സ്ട്രക്ചർ ഇത്രയും കൂടി വലുതും കുറേ റൂമുള്ളതാണ് പണക്കാർ അല്ലെങ്കിൽ ട്രേഡേഴ്സ് ആണ് അവിടെ കൂടുതൽ കൺട്രോൾ ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ ഈ കൂടുതൽ പവറുള്ള ആൾക്കാർക്കായിരുന്നു വലിയ വീടുകളും കൂടുതൽ മുറികളുള്ള ഒരു വീടുകളും എന്ന് പറയുന്നത്. ഓരോ വീടുകൾക്കും പ്രൈവറ്റ് വെൽസും ടോയ്ലറ്റ്സ് ഉണ്ടായിരുന്നു. ടോയ്ലറ്റ്സ് വെൽ ഫങ്ഷനിങ്ങും നല്ല രീതിയിൽ ഡ്രെയിനേജ് സിസ്റ്റമായിട്ട് കണക്ഷനും ഉണ്ടായിരുന്നു. ഈ നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റ് ഈ ഹരപ്പൻ സിവിലൈസേഷനിലാണ് കണ്ടുപിടിച്ചെന്നുള്ള ഒരു തർക്കം കൂടിയുണ്ട് നമുക്ക്. കനാൽ ഇറിഗേഷൻ പ്രാക്ടീസ് ആയിരുന്നു, നേരത്തെ പറഞ്ഞല്ലോ. ഇറഗുലർ ഫ്ലഡിങ്ങിലായിരുന്നു ഇവർ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. പിന്നെ ഇവിടെ ഹണ്ടിങ് ഉണ്ടായിരുന്നു, ഇൻലാൻഡ് ഫോറിൻ ട്രേഡ് ഉണ്ടായിരുന്നു. പല രീതിയിലത്തെ ടെറാക്കോട്ട് ബോട്ട്സും ഡോക്യാർഡ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഫോറിൻ കൺട്രീസിൽ സീ റൂട്ട് ട്രേഡിങ്ങിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ ഏതോ രീതിയിലത്തെ ഒരു യൂണിഫോം സിസ്റ്റം ഓഫ് വെയ്റ്റ്സും മെഷർമെൻറ്റ്സും ഉണ്ടായിരുന്നു. അതായത് ത്രൂ ഔട്ട് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഒരു സെയിം യൂണിഫോം ആയിട്ടുള്ള ഒരു സ്കെയിലും മെഷർമെൻറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. വെയിലത്തും മഴയത്തും ഉണങ്ങിപ്പോവാത്ത സീൽസും സ്കെയിൽസൊക്കെ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള കട്ടകൾ ഇൻഡോമിനേഷൻസും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കോട്ടനും വൂളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കോട്ടൺ. ഈ കോട്ടൺ ഉണ്ടാകുമ്പോൾ തന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള വേറെ പ്രൊഡക്ഷൻസും വന്നു തുടങ്ങി, ഈ സ്പിന്നിങ്ങും വീവിങ്ങും ഈ ക്ലോത്ത് മാനുഫാക്ചറിങ്. അപ്പോൾ അതിൽ നിന്ന് വേറൊരു ട്രേഡും വേറെ ഒരു ലൈൻ ഓഫ് പ്രൊഡക്ഷനും സ്റ്റാർട്ട് ചെയ്തു ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ പോട്ടറി മേക്കിംഗ് ഉണ്ട്. പൊതുവെ റെഡ് കളറിത്തെ കുടത്തിൽ ബ്ലാക്ക് കളറിത്തെ ബാൻഡ്സും വരങ്ങളും ആണ് ഉള്ളത്. പിന്നെ ബീഡ് മേക്കിങ്സ് ഉണ്ട്, ടെറാക്കോട്ട സീൽ മേക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ പല രീതിയിലത്തെ മെറ്റൽ വർക്ക്സ് പറഞ്ഞല്ലോ നേരത്തെ, കോപ്പർ, ടിൻ, അലോയ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഗോൾഡും സിൽവറും ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു രീതിയിലത്തെ മൈനിങ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ മൈനിങ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് ഈ മെറ്റൽസ് ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അതുപോലെ തന്നെ സ്റ്റോൺ എന്ന ഉള്ളൊരു ടെക്നോളജി ഈ കാലഘട്ടത്തിൽ അറിയുന്നില്ല. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇവർ ഓരോ സ്ട്രക്ചേഴ്സും വീടും സിറ്റേഡൽസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് മഡ് ബ്രിക്സ് വെച്ചാണ്. അതായത് മൺകല്ലുകൾ, ഈ മണ്ണ് ചെത്തിയെടുത്തിട്ട് ബേക്ക് ചെയ്തതും ബേക്ക് ചെയ്യാത്തതും ചുട്ടെടുക്കാത്തതും ഒരുമാതിരി ഇഷ്ടിക പോലത്തെ. ഇവരുപയോഗിച്ച ഓരോ ഇവരുടെ ക്രാഫ്റ്റിലും ടെറാക്കോട്ട ക്രാഫ്റ്റിലും ഓരോ ചട്ടികളിലായാലും ഇവർ ഓരോ സീൽസിലും ഇവർ ഓരോ കാര്യത്തിലും ഒരിക്കലും മാഞ്ഞു പോകാത്ത വളരെയധികം ലാസ്റ്റ് ചെയ്യുന്ന പെയിന്റുകളും ഡൈസുകളാണ് ഇവർ ഉപയോഗിച്ചത്. അതുപോലെ ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിനെ പറ്റി ഒരു ഇൻസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ അവിടുത്തെ സിവിക് ബോഡീസിനെ പറ്റി ഒരു പറയപ്പെടാത്ത ഒരു നിയമങ്ങളാണ് അവിടെ ഉള്ളത്. ഒരു എഴുതി വെക്കാത്ത നിയമങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരിക്കലും ഒരു ഇൻസ്ക്രിപ്ഷൻസ് അവിടെ അങ്ങനത്തെ രീതിയിൽ കണ്ടുപിടിക്കാൻ
കണ്ടുപിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ കണ്ടുപിടിച്ച ഈ ഹറപ്പൻ ഇൻസ്ക്രിപ്ഷൻസ് ഇതുവരെയായിട്ട് ആർക്കും വായിക്കാനും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഒരു സെൻട്രലൈസ്ഡ് റൂളിംഗ് സിസ്റ്റം ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മോഹൻജൊദാരോയിൽ ഏറ്റവും കൂടുതൽ സീൽസും ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സും യൂട്ടിലൈസ് ചെയ്തത്. അപ്പോൾ അവർക്കാണ് ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഫിഗർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സിവിലൈസേഷൻ്റെ ഏറ്റവും വലിയ ഒരു ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ഡിപ്പെൻഡൻസിയാണ് ട്രേഡ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻലാൻഡും ഫോറിനും സീ റൂട്ടായിട്ടുള്ള പല രീതിയിലത്തെ ട്രേഡ്സ് ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യം വരുന്നതാണ് അഗ്രികൾച്ചർ. ഈ അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന ഈ പ്രോഡക്ട്സ് ഇവർ ട്രേഡ് ചെയ്തിരുന്നു. ഏതൊക്കെ രീതിയിലത്തെ ബാർട്ടർ സിസ്റ്റമോ അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള ഒരു സീലോ ഒരു കറൻസി സിസ്റ്റം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ സെക്സ് ഓബ്ജക്ട്സും ടെറാക്കോട്ട സ്റ്റോൺസിലും കുറേ ക്ലേ ഫിഗേഴ്സിലും കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ അവരുടെ ദേവികളോ ദേവന്മാരാകും. കുറേ രീതിയിലത്തെ ലിംഗങ്ങളും കുറേ സെക്സ് ഓബ്ജക്ട്സുകളാണ് കാണുന്നത്. പിന്നെ പീപ്പിൾ ട്രീയും പിന്നെ കാളകളെയും ഇവർ സേക്രഡ് ആയിട്ട് കണ്ടിരുന്നു. ഒരു 1700-1800 BC ആയപ്പോഴേക്കും ഇവരുടെ ഈ സിവിലൈസേഷൻ പതിയെ ഡീ ഓർബനൈസ് ചെയ്ത് തുടങ്ങി. അതായത് ഒരു പക്ക ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു urban സെൻറ്ററിൽ നിന്ന് ഡീ ഓർഗനൈസ് ചെയ്ത് തുടങ്ങി. അതായത് ആദ്യം ഇവർ ഇൻഡിവിജ്വൽ സീൽസ്, അതായത് മൊത്തത്തിൽ ഒരു യൂണിഫോം സീൽ എന്ന് പറഞ്ഞല്ലോ, അത് ഉപേക്ഷിച്ചിട്ട് ഇവരുടെ ഓരോ സെൻറ്റേഴ്സിന് അവർ തനതായിട്ടുള്ള സീൽസും മെഷർമെൻറ്റ്സും യൂണിറ്റ്സ് ഓഫ് സ്കെയിൽസും ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെ പതുക്കെ ആൾക്കാർ, ചില ആൾക്കാർ അവിടെ നിന്ന് മാറി തുടങ്ങി. ചില ആൾക്കാർ അവിടെ നിന്ന് സെറ്റിൽമെൻറ്റ്സ് പെർമനൻ്റ്ലി ഉപേക്ഷിച്ചു. പക്ഷെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഉപേക്ഷിച്ച് ഒരു urbanൽ നിന്ന് ഒരു റൂറൽ സെറ്റിൽമെൻറ്റിലോട്ട് പോയെന്നുള്ളതിന് തെളിവില്ല. ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ അത് മോഹൻജൊദാരോയിൽ ഒരു എർത്ത് കാരണം ഫ്ലഡൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഫ്ലഡ് കൊണ്ട് അവിടെ നല്ല രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. എന്തുകൊണ്ട് ബാക്കി എല്ലാ urban സെൻറ്റേഴ്സും ഡീ ഓർബനൈസ് ചെയ്തതെന്ന് ഇതുവരെയായിട്ടും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതിനൊപ്പം തന്നെ പറയേണ്ടതാണ്, ഈ കാലിബംഗളിലൊക്കെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഡീ ഓർബനൈസേഷൻ ആയിരുന്നില്ല. ഒരു സഡൻ ആയിട്ട് ഓക്കെ നമുക്കിവിടെ ഉപേക്ഷിച്ച് പോവാം എന്നുള്ള രീതിയിലുള്ള ഒരു ഡീ ഓർബനൈസേഷനാണ് ഈ കാലിബംഗലിൽ കാണുന്നത്. ബാക്കി ത്രൂ ഔട്ട് ഓരോ സെൻറ്റേഴ്സിലും urban സെൻറ്റേഴ്സിലും ഓരോ സ്ഥലത്തും കാണുന്നത് ഒരു നീണ്ട കാലഘട്ടത്തിൽ ഇവർ പതിയെ ഇവരുടെ ഈ urban സെൻറ്റേഴ്സ് അല്ലെങ്കിൽ പതിയെ ഇവരുടെ ഈ ടെക്നോളജിയും ഇവരുടെ കാര്യങ്ങളൊക്കെ നശിഞ്ഞു തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത്. ഈ ബിഗ് സ്ട്രക്ചേഴ്സും സ്പെഷ്യലൈസ്ഡ് ക്രാഫ്റ്റ്സും ഈ എക്സ്ചേഞ്ച് സിസ്റ്റം പോലും ഉപേക്ഷിച്ചിട്ട് കുറേ പേരും ഈസ്റ്റിലോട്ടും സൗത്തിലോട്ടും പോയി. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗംഗയുടെ തീരത്തേക്ക്, താഴെ സൗത്ത് എന്ന് പറഞ്ഞാൽ നർമ്മദയുടെ തീരത്തേക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു നല്ല ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ നിന്ന് ഇവർ എല്ലാവരും നശിഞ്ഞ് അല്ലെങ്കിൽ ചിഹ്നപ്പെട്ടതെന്ന് ഒരു നിഗമനത്തിൽ ആരും എത്തിയിട്ടില്ല. ചിലപ്പോൾ വരുന്ന തലമുറകൾ ഇനി അത് കണ്ടുപിടിക്കുകയായിരിക്കും. അപ്പോൾ ഇതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. നാളെ തുടങ്ങി നമുക്ക് ചാൽക്കുലത്തെ അടുത്ത കാറ്റഗറിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. വളരെ ഷോർട്ടും സിമ്പിളായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തേത്. നാളത്തെ ക്ലാസ് തുടങ്ങി ഇത്തിരി ദൈർഘ്യം കൂടും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ എഫേർട്ടിൻ്റെ സമയത്തിൻ്റെ അളവും കൂട്ടണം. ഇന്ന് നിങ്ങൾ ചിലപ്പോൾ 3 മണിക്കൂർ പഠിക്കാനിരുന്നെങ്കിൽ നാളെ തുടങ്ങി 4 മണിക്കൂർ 5 മണിക്കൂർ ആകണം. അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ നോട്ട്സ് എഴുതിയെടുത്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നോട്ട്സ് എഴുതിയെടുത്ത ആൾക്കാർ നിങ്ങൾ നോട്ട്സ് നല്ലോണം തറോയിട്ടിരുന്ന് പഠിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഈ ബുക്ക് പലരും വാങ്ങിച്ചിട്ടുണ്ടാവണം. ഞാൻ ലിങ്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഇതാണ് പുസ്തകം, മെഗ്രോ ഹിൽസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊരു വലിയൊരു കട്ടിയായിട്ടുള്ള പുസ്തകമാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ എടുത്ത അത്രയും പോർഷൻസ് തറമായിട്ടിരുന്ന് വായിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നോട്ട്സും നിങ്ങൾ എഴുതിയെടുക്കണം. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഹോംവർക്ക്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ന്യൂസ് പേപ്പറിന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബുക്ക് അടച്ചു വെക്കുക. ഇതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള നോട്ട്ബുക്ക് എടുക്കുക എസ്സേ എഴുതാനായിട്ട്. ആ ബുക്കിൽ നിങ്ങൾ ഒരു ടോപ്പിക്, ഇതിന് ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി ഒരു ടോപ്പിക് എഴുതാം, അല്ലെങ്കിൽ ഏൻഷ്യൻ ഹിസ്റ്ററിനെ പറ്റി നിങ്ങൾക്ക് എഴുതാം. ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ ഒരു 200 വാക്കിൽ എഴുതണം 7 മിനിറ്റിനുള്ളിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഹോംവർക്ക്. ഇന്നത്തെ ക്ലാസ് വളരെ ഷോർട്ടായിരുന്നു. നാളെ തുടങ്ങി നമുക്ക് നീണ്ട ക്ലാസ്സുകൾ, നീണ്ട ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ നമുക്ക് എടുക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. അതനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ നടത്താം. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമുക്ക് നാളെ കാണാം. ഗുഡ് ബൈ. പാർട്ട് 3 ഇവിടെ അവസാനിക്കുന്നു. പാർട്ട് 4നായി നമുക്ക് നാളെ കാണാം.